പുതിയ സർക്കാർ നിർദ്ദേശമനുസരിച്ച് സ്കൂളുകളിൽ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നതിന് മുമ്പ് അവ കേടുവരാത്തതും വൃത്തിയുള്ളതുമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ധാന്യങ്ങൾ പാചകം ചെയ്യുന്നതിന് മുമ്പ് അവ ചൂടുവെള്ളത്തിൽ വൃത്തിയായി കഴുകണം. പച്ചക്കറികളും പലവർഗ്ഗങ്ങളും വെള്ളത്തിൽ കൂടുതൽ പ്രാവശ്യം കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികൾക്ക് കുടിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ലഭ്യമാക്കണം. അടുക്കളയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. സ്കൂൾ പാചകത്തൊഴിലാളികളുടെ ആരോഗ്യവും ശുചിത്വവും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് പാചകം ചെയ്തിട്ടുള്ള ആഹാരം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പ് നൂൺ ഫീഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പരിശോധിച്ച് അവ ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണം. ശുചിത്വമാർന്ന ഭക്ഷണം നൽകുന്നതിന്റെ ഉത്തരവാദിത്തം പ്രഥമാധ്യാപകന്റെയും ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും പൂർണ്ണ ചുമതലയിലായിരിക്കണം. ജില്ലാ ഉപജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാരപരിധിയിൽപ്പെട്ട സ്കൂളുകളിൽ പരിശോധന നടത്തി ഭക്ഷണപദാർത്ഥങ്ങൾ ശുചിത്വം ഉറപ്പുവരുത്തണം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് പാചകം ചെയ്തിട്ടുള്ള ആഹാരം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേക ശ്രദ്ധ വേണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. തന്നെ പലയിടങ്ങളും ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി സ്കൂൾ ഉപജില്ല ജില്ലാ തലങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള വിവിധ കമ്മിറ്റികൾ അടിയന്തരമായി കൂടേണ്ടതും ഇത് സംബന്ധിച്ച നടപടികളുടെ ക്രോഡീകരിച്ച റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് എല്ലാ മാസവും നൽകണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.